പിന്നീട് ഞങ്ങൾ പലയിടത്തും വെച്ച് കണ്ടുമുട്ടി. കൂടുതൽ അടുത്തു, ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം ആദ്യം കോളേജിൽ അറിഞ്ഞു, പിന്നീട് നാട്ടിലറിഞ്ഞു, ഒടുവിൽ എന്റെ വീട്ടിലും. അവളുടെ ഒരു പ്രേമം ഞാൻ അന്വേഷിച്ചു. ആ കൂട്ടുകാരിയുടെ മോനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും. എടേ, നിന്റെ ഈ ചേച്ചിയെ കിട്ടിച്ചതുപോലെ സമയമാകുമ്പോ ഞങ്ങൾ പറയും നീ ആരെ വിവാഹം കഴിക്കണമെന്ന്. എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എന്താ കാര്യം നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. രാധികെല്ലാം തുറന്നു പറഞ്ഞു അല്ലേ? ഇനിയിപ്പോ ഏത് ദുർശക്തികൾ വിചാരിച്ചാലും പിരിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ വളരെ അടുത്തുപോയി. അടുത്തു പോയോ? എന്റെ കൊച്ചുമോള അവള്. ആ ഒരു കുറവേ ഞാൻ അവളെ കണ്ടോളൂ. അച്ഛനില്ലാത്ത കുട്ടിയാ. അച്ഛനില്ലാണ്ട് കുട്ടികളുണ്ടാവേ? ഈ മുത്തച്ഛന്റെ ഒരു കാര്യം. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. പേര് രാമനാഥവർമ്മ. അല്ല, നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? അങ്ങനെ ഒരാളില്ലേ? തന്തയ്ക്ക് പിറക്കാത്തവർക്ക് പെണ്ണ് കൊടുത്ത പാരമ്പര്യം പാലാഴി തടവാട്ടുകാർക്കില്ല. ഇറങ്ങി പോടാ. മേലിൽ ഈ ബന്ധം തുടർന്നാൽ അരിഞ്ഞുകളയാൻ. അതെ, കാർന്നവരോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊച്ചുമോൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ, എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ആരെതിർത്താലും ഞാൻ കൊണ്ടുപോകും. നീ ഒരു പുല്ല് ചെയ്യില്ല. നിനക്കറിയാവൂ ഞാൻ ആരാണെന്ന്? പഴയ പോലീസാ. എന്റെ മരുമകനെ IPS സ്വാമിനാഥൻ IPS. അവനിപ്പോ ഡൽഹിയിലായതിന്റെ ഭാഗ്യം. ഞാൻ അവന്റെ നമ്പറിലൊന്ന് കുത്തിയാൽ കേരള പോലീസ് നിന്നെ തുരുട്ടും. പിന്നെ നിന്റെ ശവമായിരിക്കും പുറത്തു കാണുക. ഞാൻ കാരണം വിജയകൃഷ്ണൻ ഈ അവസ്ഥയിൽ ഇവിടെ. താൻ സമാധാനായിട്ടിരിക്കുക. വിജയകൃഷ്ണൻ ഒന്നും സംഭവിക്കില്ല, രക്ഷപ്പെടും. ബിലീവ് മീ. പക്ഷേ എനിക്ക് പേടിയാവുന്നു ഡോക്ടർ. വിജയകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ ഇവിടെ തന്നെ ഉണ്ട്. അവര് വീണ്ടും. താൻ ആരെ കുറിച്ചായി പറയുന്നത്? ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ എത്തിയ പോലീസുകാരെ തന്നെ എനിക്ക് പേടി. ഞാൻ കേട്ടത് അവരുടെ ഡിസ്കഷൻ. അവര് വിജയകൃഷ്ണനെ കൊല്ലും. താനെന്താ ഇവിടെ? എന്റെ ഒരു ബന്ധു ഇവിടെ കിടപ്പുണ്ട്, കാണാമെന്നാ. സാറെന്താ ഇവിടെ? താൻ ചെല്ല്. സാർ, ശരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുത്തച്ഛ? വിജയേഷന് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്നാ. നിങ്ങൾ ആരാ വിജയേഷന്റെ? ഞാനൊരു പോലീസുകാരനാ, ഹെഡ് കോൺസ്റ്റബിൾ നാരായണൻ. കുറച്ചാളുമ്പ് പരിചയപ്പെട്ടതാ വിജയേഷനെ. വിജയേഷന് ആരും ഇല്ല എന്ന് കരുതി ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തരുതെന്ന് അപേക്ഷിക്കാൻ വന്നാ ഞാൻ. കാശ് എത്ര വേണേലും ഞാൻ എങ്ങനെയും ഉണ്ടാക്കി തരാം. വിജയേഷനെ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തിട്ട് എന്തിനാ? കൊല്ലാൻ തന്നെയല്ലേ ഉദ്ദേശം? പോലീസാന്ന് കരുതി നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷി പാടില്ലെന്നുണ്ടോ? മനസ്സിലായില്ല. മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യനെ ഇനിയും കൊത്തി നുറുക്കാനായിട്ട് എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ പാവം ചെയ്തത്? കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ശത്രുവല്ല, മിത്രമാണ്. വിജയേഷന് വേണ്ടപ്പെട്ട ആളാണ്. എന്നിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു മിത്രത്തെ കുറിച്ച്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. റിട്ടയർഡ് DGP കൃഷ്ണദാസ് സാർ പറഞ്ഞിട്ട് ഞാൻ 5-6 മാസം മുമ്പ് അമ്പലക്കരയിലുള്ള വിജയേഷണന്റെ വീട്ടിൽ പോയിരുന്നു. നമസ്കാരം. എന്താ ഈ നേരത്തെ? സാറ് പറഞ്ഞയച്ചിട്ട് വന്നാ. എന്താ മേ? അച്ഛന് നമ്മളെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞയച്ചത്. നീ എന്താ ഒന്നും പറയാത്തെ? അച്ഛനെ കാണാനും അച്ഛന്ന് വിളിക്കാനും ഏത് മക്കൾക്ക് അമ്മ കൊതിയില്ലാത്തത്? ഈ ഒരു നിമിഷത്തിനു വേണ്ടി ഞാൻ മുട്ടുവിളിക്കാത്ത അമ്പലങ്ങളില്ല അമ്മേ. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാനിതൊന്നും പറയാത്തത്. ഇപ്പൊ തന്നെ പുറപ്പെടാല്ലേ? ഇനി മനസ്സ് മാറണ്ട. എത്തിയോ? ഞങ്ങൾ അത്യാവശ്യം എറണാകുളം വരെ പോവാ. ഇതാ താക്കോല്. വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. അതെ, മേശവലപ്പിൽ ഇത്തിരി കാശിരിപ്പുണ്ട്. ഞാനിവിടെ ഇല്ലാന്ന് കരുതി കൽമണ്ഡപത്തിന് പണി മുടങ്ങണ്ട. പിന്നെ ഒരു ക്രിമിനലിന്റെ കയ്യിലാണോ വീടിന്റെ താക്കോല് ഏൽപ്പിക്കുന്നത്? എന്ത് കഷ്ടം നോക്കി. ഒരിക്കൽ വാസോട്ടെ നാട് ഉറപ്പിച്ചിരുന്ന നക്സലൈറ്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ ശരിയാ.
അതിന് കോടതി കൊടുത്ത 8 കൊല്ലം ശിക്ഷ അയാൾ അനുഭവിക്കുകയും ചെയ്തു. ഇനി നന്നാവാനുള്ള അവസരം കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. അതെങ്ങനെ? അതിന് നിങ്ങളെപ്പോലുള്ളവർ സമ്മതിക്കണ്ടേ? ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു തെറ്റും ചെയ്യാത്ത ഈ വാസുവേട്ടനെ 3 വട്ടം ഞാൻ ജാമ്യത്തിലെടുത്ത്. നീ വർത്താനം പറഞ്ഞ സമയം കളയാതെ വണ്ടി കയറ്. വരട്ടെ വാസുവേട്ടൻ. അല്ല, എന്താ ഇവിടെ? വരൂ, പറയാം. വാമേ. സാർ, സാർ, മോൻ വന്നിട്ടുണ്ട്. സന്തോഷമായ മോനെ. അച്ഛാ, എനിക്ക് കണക്കിന് 100-ൽ 100 മാർക്ക്. മിടുക്കൻ. അച്ഛാ, അച്ഛൻ എപ്പോഴാ എന്നെ അമ്മയും അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോവാ? വാ. എന്താ എന്താ ഉണ്ടായേ? ഏയ്, ഒന്നുമില്ലെന്നേ. 2 ദിവസം മുമ്പ് നെഞ്ചിനൊരു വേദന. ഇയാൾ തൂക്കിയെടുത്ത് ഇവിടെ എത്തിച്ചു. പരിശോധിച്ച ഡോക്ടർ ആ വേദനയ്ക്കൊരു പേര് ഇട്ടു: ഹാർട്ട് അറ്റാക്ക്. ഇക്കാലത്ത് ഇതൊരു വലിയ അസുഖമൊന്നും അല്ലെന്നേ. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യും. എന്നാലും ശ്രദ്ധിക്കണം സാർ. നീ എന്താ വിളിച്ചേ? സാറേന്നോ? വലുതായപ്പോ അച്ഛാന്ന് വിളിക്കാൻ മടിയായോ? അല്ല, തെറ്റെന്റെ ഭാഗത്താ. ഒന്നല്ല, ഒരുപാട് തെറ്റുകൾ. ഭാര്യയുള്ള ഞാൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചത് തെറ്റ്. ഭാര്യയുണ്ടെന്നറിഞ്ഞപ്പോൾ സ്വയം ഒഴിഞ്ഞു പോയ നിന്റെ അമ്മയെ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിന്നത് മറ്റൊരു തെറ്റ്. ആ ബന്ധത്തിലുണ്ടായ മോനെ അകറ്റി നിർത്തിയത് അതിലും വലിയ തെറ്റ്. കുഞ്ഞുനാളിലെ എന്നാ എന്നെയും അമ്മയും അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ ചോദ്യത്തിന് ശേഷം ഞാൻ ദൂരെ നിന്നേ നിന്നെ കണ്ടിട്ടുള്ളൂ. പേടിയായിരുന്നു. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട പദവിയാണ് DGP എന്നുള്ള മിഥ്യാബോധം എന്നെ വല്ലാണ്ട് വീർപ്പ് മുട്ടിച്ചിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോൾ ശാരദ എന്നെ പിരിഞ്ഞു പോയതും എനിക്ക് വേറെ കുഞ്ഞു പിറക്കാതെ പോയതും ദൈവനിയോഗമായിരിക്കും. ഇപ്പോഴെന്തിനാ ഈ മനസ്സുമാറ്റമെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. വാ, ഇരിക്കേ. വാടാ. ഏതൊരാളും മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഒന്ന് പതറും. ഞാനും. എനിക്ക് അനന്തരാവകാശികളില്ലെന്ന് കരുതിയ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയണം: എന്റെ ചിതയ്ക്ക് കൊള്ളിവെക്കാനും എന്റെ അസ്ഥിത്രയെ വിളക്ക് വയ്ക്കാനും ആണ്ടുബലിയിടാനും എനിക്കൊരു മകനുണ്ടെന്ന്. മരണത്തെ എനിക്ക് ഭയമില്ല. എങ്കിലും ഒരു ദിവസത്തെ ആയുസ്സിനു വേണ്ടി ഞാൻ ഇന്നലെ ദൈവത്തിനോട് യാചിച്ചു. എന്റെ മോനോടും ലക്ഷ്മിയോടും ഒത്ത് കഴിയാൻ വേണ്ടി ഒരു ദിവസം. അച്ഛനെ വെറുക്കല്ലേടാ. എൻ്റെ അച്ഛന് എനിക്ക് ഈശ്വരനേക്കാൾ സ്നേഹം, ദൈവത്തെക്കാൾ വലിയൊരാളെന്ന അച്ഛനെ കുറിച്ച് അമ്മ എന്നെ പഠിപ്പിച്ചേക്കണം. അച്ഛൻ്റെ അവസ്ഥയെല്ലാം അമ്മ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ, തക്ക സമയത്ത് വക്കീലും എത്തിയല്ലോ. ഇത് അഡ്വക്കേറ്റ് രാജ്മോഹൻ, എൻ്റെ ലീഗൽ അഡ്വൈസർ. ഹലോ. ഇതെൻ്റെ ഒരേ ഒരു ബ്രദറിലോ, സിറ്റി പോലീസ് കമ്മീഷണർ ദേവരാജൻ. ഇതെൻ്റെ മോനാ. വളരെ വൈകിയാണ് അറിഞ്ഞത്. നേരിട്ടൊന്ന് പരിചയപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു. പേരെന്താ? വിജയകൃഷ്ണൻ. എടോ, ഞാൻ എഴുതിയ വിൽപത്രം താൻ രജിസ്റ്റർ ചെയ്തോ? ഇല്ല, ഒരല്പം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞാൻ നിന്നോട് അനുവാദം ചോദിക്കാതെ ഒരു വിൽപത്രം തയ്യാറാക്കി ഈ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സ്വത്തിൻ്റെ അവകാശി
ഇനി മുതൽ നീയാ. ഞാൻ സ്വത്ത് മോഹിച്ചല്ല അച്ഛൻ്റെ അടുത്ത് എത്തിയത്. എനിക്കെൻ്റെ അച്ഛനെ വല്ലപ്പോഴും നേരിട്ട് കാണാനുള്ള അനുവാദം മാത്രം മതി. വല്ലപ്പോഴുമല്ല, എന്നും കണ്ടോണ്ടിരിക്കാൻ. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ തറവാട്ടിൽ ഇന്നു മുതൽ നീ നിന്റെ അമ്മയും താമസിക്കണം, അല്ലേ? പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. അച്ഛാ, അത് നീ എതിര് പറയരുത്. അച്ഛൻ കൂടെ ഉണ്ടെന്ന് തന്നെ കരുതിക്കോ. എനിക്കിവിടെ കൂട്ടിന് ഇയാൾ മതി. വർഷങ്ങളായിട്ട് ഈ പരിചരണം ശീലമായി, അല്ലേടോ? അതെ. ചെല്ലുമോനെ, അമ്മയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക്. നമസ്കാരം. സാറ് വിളിച്ച് പറഞ്ഞിരുന്നു കൊച്ചമ്മയും മോനും വരുമെന്ന്. ഇതാ താക്കോല്. വന്നാട്ടെ. വാമേ. ഇതാണ് അച്ഛൻ്റെ മുറി. ഇതൊക്കെ അമ്മേ? എല്ലാ വർഷവും നിന്റെ ഒരു ഫോട്ടോ നിന്റെ അച്ഛന് വലിയ നിർബന്ധമായിരുന്നു. എല്ലാ പിറന്നാളിനും ഞാൻ നിനക്ക് തരാറുള്ള സമ്മാനം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കൊടുത്തയക്കുന്നതായിരുന്നു. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഈ അച്ഛൻ്റെ കൂടെയുള്ള എത്രയോ വർഷങ്ങളല്ല അമ്മേ നമ്മൾ മിസ് ചെയ്തത്. ഇനിയുള്ള എൻ്റെ ആയുസിൻ്റെ പാതി ഈശ്വരൻ അച്ഛന് കൊടുത്തോട്ടെ. അത്രയും നാളെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനോടൊത്ത് കഴിയാലോ. മോനെ.